പരിശുദ്ധമായ ഖുർആൻ ആദ്യം പറയുന്നത് തന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആദ്യം പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ അലഖിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അലഖ് എന്ന് പറഞ്ഞാൽ രക്തക്കട്ട എന്നാണ് അതിന്റെ അർത്ഥം. മാംസക്കട്ട എന്ന് അർത്ഥം വെക്കാം. നമ്മളിപ്പോ തൽക്കാലം രക്തക്കട്ട എന്ന് വെക്കുക. രക്തക്കട്ടയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. വാസ്തവത്തിൽ ഖുർആൻ ഷരീഫ് ആദ്യം പറയണ ആയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത്, ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ട ജീവിയായ മനുഷ്യനെ കുറിച്ച് പറയുന്നു. എന്നിട്ട് അതും അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നു. എന്നിട്ട് നടുക്കെന്ന് ഇങ്ങട്ടാ പറഞ്ഞത്. ശ്രദ്ധിച്ചോ നിങ്ങളെന്ന് അറിയില്ല എനിക്ക്. മനുഷ്യന്റെ ആദ്യത്തെ രൂപം ഇന്ദ്രിയമാണ്, പിന്നീട് രക്തക്കട്ടയാണ്, പിന്നീട് മാംസക്കട്ടയാണ്, പിന്നീട് എല്ലുകളാണ്, പിന്നീട് മാംസമാണ്, പിന്നീട് റൂഹാണ്. അങ്ങനെയാണ് മനുഷ്യന്റെ വരവ്. അപ്പൊ തുടക്കത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇന്ദ്രിയത്തിൽ നിന്ന് മനുഷ്യർ സൃഷ്ടിച്ചു എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞത് ഒന്നുകിൽ രക്തക്കട്ടയിൽ നിന്ന് എന്നാണ്, അല്ലെങ്കിൽ മാംസക്കട്ടയിൽ നിന്ന് എന്നാണ്. എന്തേ നടുക്കെന്ന് ഇങ്ങോട്ട് പറയാൻ കാരണം? അതിനൊരു കാരണമുണ്ട്. നുത്ഫത്ത് എന്ന ഇന്ദ്രിയം ഇന്ദ്രിയമായിരിക്കുന്ന സമയത്ത് കുട്ടിയാവൂല. ഇന്ദ്രിയം ഉമ്മയുടെ അണ്ഡവുമായി സംയോജിച്ചതിന് ശേഷം മാത്രമേ കുട്ടി രൂപാന്തരപ്പെടുകയുള്ളൂ. പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ആദ്യം സംസാരിക്കുന്നതിൽ തന്നെ മാതാവിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് നടുക്കെന്ന് ഇങ്ങോട്ട് പറഞ്ഞത്, തല പറയാതിരുന്നത്. പരിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ ഇറങ്ങലിൽ തന്നെ, ആദ്യത്തെ ആയത്തുകളിൽ തന്നെ ഉമ്മയെ കുറിച്ച് പരാമർശിക്കണമെങ്കിൽ തലക്കെന്ന് പറയാൻ പാടില്ല. നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ഉമ്മ പെടൂല. അലഖത്ത് എന്ന് പറഞ്ഞാലേ അതിൽ ഉമ്മ പെടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് തുടക്കത്തെന്ന് പറയാതെ നടുക്കെന്ന് ഇങ്ങോട്ട് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് സംശയങ്ങൾ അപ്പൊ നമുക്ക് അതിനെ തുടർന്ന് ഇങ്ങനെ വരാണ്ട്, ഒരുപാട് സംശയം വരാണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചിട്ടുള്ളത് അലഖത്തിൽ നിന്നല്ല. ആദം നബിനെ അലഖത്തിൽ നിന്നല്ലല്ലോ പഠിച്ചത്. അപ്പൊ പിന്നെ അലഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന ചർച്ച പിന്നെ നടത്തേണ്ടി വരും. കാരണം ആദം നബി മനുഷ്യൻ തന്നെയുള്ളോ. മനുഷ്യനെ അലഖത്തിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാല് മനുഷ്യനെ അലഖിൽ നിന്ന് പടച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ആദം നബി എന്ന് ഒഴിവാൻ പാടില്ല. വാസ്തവത്തിൽ ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല പടച്ചത് അലഖിൽ നിന്നല്ല. അപ്പൊ പിന്നെ ഒന്നുകിൽ ആദം നബി അലൈഹി ഇസ്ലാം മനുഷ്യനല്ലാതിരിക്കേണ്ടി വരും, അല്ലെങ്കിലോ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അലഖ് എന്ന് പറഞ്ഞതിന് വേറെ വല്ല അർത്ഥവുമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോ അൽ ഇൻസാനിനെയാണ് അലഖിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖ അൽ ഇൻസാന മിൻ അലഖ്. അൽ ഇൻസാനിനെയാണ് അലഖിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ അൽ ഇൻസാൻ എന്ന് പറയുന്നത് ആരാണെന്ന് പരിശോധിക്കേണ്ടി വരും. ഏതാണ് അൽ ഇൻസാൻ എന്ന് പരിശോധിക്കണം. പ്രാഥമികമായി നമുക്ക് വിശദീകരണം കുറക്കാൻ വേണ്ടി പറയാം. അൽ ഇൻസാൻ എന്ന് പറഞ്ഞത് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ നബി തങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ പരാമർശം എന്ന് വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നുത്ഫത്ത് എന്ന് പറയാമായിരുന്നില്ലേ? അത് പറയാൻ പറ്റൂല. കാരണം നബി തങ്ങളുടെ വാപ്പാനെ മാത്രം കൂട്ടിയാ പോരാ, നബി തങ്ങളുടെ ഉമ്മയെയും കൂടി ചേർക്കേണ്ടതുണ്ട്. അതിനാണ് അലഖത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്.
ലോക ചരിത്രത്തിലെ ഏറ്റവും സന്തോഷം അനുഭവിച്ചിട്ടുള്ള ഗർഭിണിയാണ് സയ്യിദത്തുന ആമിന റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെ ഉമ്മ. ലോക ചരിത്രത്തിൽ ഒരു ഗർഭിണി ഇത്ര സുഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആമിന ബീവിയാണ്. സാധാരണ ഗർഭിണികളുടെ സ്വപ്നങ്ങൾ പോലും പ്രയാസകരമായിരിക്കും. ഗർഭിണികൾ ഒരു സ്വപ്നക്കണ് കണ്ട, ഒരു പാമ്പിനെ കണ്ടാല് വേങ്ങരന്ന് തിരുവനന്തപുരത്ത് കണ്ടെത്തും. ആയാതി പാമ്പിനൊക്കെ കാണും. എന്നാല് ആമിന ബീവി ഗർഭമുള്ള സമയത്ത് കണ്ട സ്വപ്നം പ്രകാശത്തിന്റെ വലിയ വലിയ കൊട്ടാരങ്ങൾ. ഓരോ മുൻകഴിഞ്ഞ അമ്പിയാക്കൾ ഇങ്ങനെ സ്വപ്നത്തിൽ വരിക. എന്നിട്ട് ഇങ്ങനെ വയറിലുള്ള കുട്ടിയെ കുറിച്ചുള്ള ഇങ്ങനെ സന്തോഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള സന്തോഷകരമായ സ്വപ്നങ്ങളെയാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹ കണ്ടത്. ലോക ചരിത്രത്തിൽ ഏറ്റവും സന്തോഷം അനുഭവിച്ച ഗർഭിണിയായ ഉമ്മയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയെ അതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നടുക്കം ഇങ്ങോട്ട് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ഖുർആനിന്റെ ആദ്യത്തെ പരാമർശത്തിൽ തന്നെ ഉമ്മാനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആയത്ത് തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏത് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. വസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ 3 എണ്ണമാണ്. ഒരു മനുഷ്യനെ നന്നാക്കാൻ 3 കാര്യങ്ങളെ ചെയ്യാം. ഒന്ന് നസീഹത്ത് ചെയ്യും, ഉപദേശം, നസീഹത്ത്. 2 വസിയത്താണ്. 3-മത്തത് ഇൽഖാ ആണ്. 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ നന്നാക്കാൻ ചെയ്യുന്ന പരിപാടി. അതിലെ നടുക്കത്തതാണ് വസിയത്ത് എന്ന് പറഞ്ഞത്. 1-മത്തതാണ് നസീഹത്ത്, ഉപദേശം. ഉപദേശം ചിലർ ഉൾക്കൊള്ളും, ചിലർ ഉൾക്കൊള്ളൂല. വസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വസിയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചാലും ഒഴിവാക്കരുത് ട്ടോ എന്ന് പറഞ്ഞതിനാണ് നാടൻ ഭാഷയിൽ വസിയത്ത് എന്ന് പറയാം. എന്ന് പറഞ്ഞാല് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലാത്ത മരണത്തോട് കണക്ട് ചെയ്ത് പറയുമ്പോഴാണ് അത് വസിയത്തായിത്തീരുന്നത്. അങ്ങനെയാണ് മനുഷ്യനോട് വാപ്പാനും മാനും നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്തേപ്പോ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉപദേശങ്ങൾ ഖുർആനിൽ ഇത്ര പ്രാധാന്യത്തോടെ പറയാൻ കാരണം, മിഞ്ഞാന്ന് വാഫി ക്യാമ്പസിൽ, കാളികാവ് വാഫി ക്യാമ്പസിൽ ഇതുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ അർഹാം അസംബ്ലി എന്നുകൊണ്ട് രക്ഷിതാക്കളുടെ സംഘം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പാരന്റിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഈ സംഭവം പറഞ്ഞത് സയ്യിദുന ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു അദ്ദേഹം സുഡാനിയാണ്. ലുക്മാൻ ഹക്കീം സുഡാനിയാണ്. ആള് കറുത്ത വർഗ്ഗക്കാരനാണ്. ഈജിപ്തുകാരനാണ് എന്ന അഭിപ്രായമുണ്ട്. ഈജിപ്തുകാരനാണ് എന്ന അഭിപ്രായം പരിഗണിച്ചാൽ തന്നെ സുഡാനോട് ചേർന്ന പ്രദേശമാണ്. കറുത്ത വർഗ്ഗക്കാരനാണ് എന്നുള്ളതിൽ തർക്കമില്ല. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ മോശാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ലുക്മാൻ ഹക്കീം എന്ന് പറഞ്ഞ ആളെ കുറിച്ച് നമ്മളെ മനസ്സിലൊരു ചിത്രം വന്നോട്ടെ എന്ന് കരുതി പറഞ്ഞതാണ്. ആ മനുഷ്യന്റെ രൂപം മനസ്സിൽ വരാൻ വേണ്ടി പറഞ്ഞതാണ്. സയ്യിദുനാ ലുക്മാൻ റളിയല്ലാഹു അൻഹു വലിയ മനുഷ്യനാണ്. ഒരു ദിവസം അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരാള് വന്നിട്ട് പറഞ്ഞു, ലുക്മാനെ മരുന്ന് വാങ്ങാൻ പൈസ ഞാൻ എൻ്റെ അടുത്ത് എന്തേലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകണം. ലുക്മാന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. സയ്യിദുനാ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇജ്ജൊരു കാര്യം ചെയ്തോ, ഈ ഇന്നെ കൊണ്ടുപോയി വിറ്റിട്ട് മരുന്ന് വാങ്ങിക്കോ. അയാൾക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ ലുക്മാനെ കൊണ്ടുപോയി ചന്തയെ കൊണ്ടുപോയിട്ട് വിറ്റു, മരുന്ന് വാങ്ങി. കുറെ കാലം സയ്യിദുനാ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അടിമയായി ജീവിച്ചു. അവസാനം സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കി യജമാനന് കൊടുത്ത് മോചനം നേടി. എന്നിട്ട് കല്യാണം കഴിച്ചു. എന്നിട്ടൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയോട് അദ്ദേഹം ഉപദേശിക്കുകയാണ്. എന്താ ഉപദേശത്തിന്റെ പ്രത്യേകത? സയ്യിദുനാ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു എന്നും വൈകുന്നേരം, എന്നും രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഉമ്മയോട് ചോദിക്കാറുണ്ടായിരുന്ന ഒരു ചോദ്യം. എന്നോ രാവിലെ പെരേന്നിറങ്ങുമ്പോ ഉമ്മാട് ചോദിക്കും, ഉമ്മ ഞാൻ പോയി വരട്ടോ, നിങ്ങൾക്ക് എന്താ ഞാൻ വരുമ്പോ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കും. ഉമ്മ എന്തേലും ഒന്ന് പറയും, മോനെ കൊമ്പൻ ജാതി കൊണ്ടുവരി, അല്ലെങ്കിൽ ഓരോ ജനാതി കൊണ്ടുവരി, നമ്മളെ നാടൻ ഭാഷ എന്തോ പറയും. ഉമ്മാക്ക് ഇങ്ങനെ പ്രായം കൂടി ഇങ്ങനെ വന്നു. അപ്പോഴും ലുക്മാൻ ഈ ചോദ്യം തുടരും, എന്നും ചോദിക്കും. ഉമ്മാക്ക് പ്രായം കൂടിയ സമയത്ത് ഒരു ദിവസം ലുക്മാൻ ചോദിച്ചു,
രാവിലെ പോകുമ്പോ ഉമ്മ ഞാൻ പോയി വരാം, ഉമ്മാക്ക് എന്താ ഞാൻ വരുമ്പോ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചപ്പോ അന്ന് പറഞ്ഞു, മോൻ ഒന്ന് വൈകുന്നേരം വരുമ്പോ ഉമ്മാക്ക് സ്വർഗത്തുനിന്ന് ഒരു കുടി മണ്ണ് കൊണ്ടുവരുന്നുണ്ടോ. സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു കുറെ സമയം ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉമ്മ ഇന്ന് ഞാൻ പോണില്ല, കാരണം സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരണ്ടേ, ഇന്ന് ഞാൻ പോണില്ല. സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരാൻ പോണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ കാലിന്റെ ചോട്ടിന്ന് ഒരു പിടി മണ്ണ് ഇങ്ങനെ എടുത്തുങ്ങാണ്ടാണ് കൊടുത്തു. ഇതന്നെയാണ് ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്. ഉമ്മാന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മളിൽ എത്ര പേർക്ക് ഈമാനായിട്ടുണ്ട് എന്നതാണ് പരിശോധിക്കേണ്ടത്. അത് നമുക്ക് ഈമാനായിട്ടുണ്ടോ ഇല്ലേ? അത് ഈമാനായിക്കണമെങ്കിൽ ഒരു മനുഷ്യനും സലാമത്താവും. ഒരു മനുഷ്യൻ, ഏത് മനുഷ്യനും ഈ ഒരു കാര്യം ഈമാനായ സലാമത്താവും, ഉറപ്പാണ് ആ കാര്യം. കാരണം സ്വർഗത്തിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഉമ്മാനെ സംതൃപ്തിപ്പെടുത്തുക എന്നത്. ഏത് കള്ളുടിയനെ പരിശോധിച്ചോളി, വ്യഭിചാരിയെ പരിശോധിച്ചോളി, പലിശക്കാരനെ, കൊള്ളക്കാരനെ പരിശോധിച്ചോളി, ഓനും ഓന്റെ ഉമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടാവും. സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് ഒരാൾ തെറ്റി സഞ്ചരിക്കണമെങ്കിൽ ഉമ്മയോട് പ്രശ്നമില്ലാതെ നടക്കൂല. കാരണം ഉമ്മാന്റെ കാലിലോട്ടേക്കുള്ള വഴിയാണ് സ്വർഗത്തേക്കുള്ള വഴി എന്ന് പറഞ്ഞത്. ആ വഴിയിൽ നിന്ന് തെറ്റാതെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിന്നൊരു മനുഷ്യൻ തെറ്റൂല. അതുകൊണ്ട് ആദ്യം നന്നാവാൻ കരുതിയോര് ആദ്യം നന്നാവേണ്ടത് ഉമ്മാനോടേറ്റാണ്. വേറെന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഭാര്യനോട് ഒരാള് ഇജിന്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞാല് ആ സമയം പോയി. ഉമ്മാനോട് 1000 വട്ടങ്ങൾ ഇന്റെ ഉമ്മല്ല എന്ന് പറഞ്ഞാലും ഉമ്മ തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. ഇതില് ഒരിക്കലും മുറിയാത്ത ബന്ധം. അള്ളാഹു നമ്മളെ കയ്യുമ്മ മുറി ഉണ്ടായാല് അത് ഉണങ്ങിയാൽ അതിന്റെ അടയാളം മാഞ്ഞു പോകും. കാലുമ്മ ഉണ്ടായാല് എത്ര വലിയ മുറിയാണെങ്കിലും കുറെ കാലം കഴിയുമ്പോ അതിന്റെ അടയാളം പോവും. എന്നാൽ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് നമ്മളിലേക്ക് കണക്ഷൻ തന്നിരുന്ന പൊക്കിൽ കൊടി അവിടുന്ന് മുറിച്ചെടുത്തപ്പോഴുള്ള ആ കുഞ്ച് തൂർന്നിട്ടില്ല. മേലെന്ന് താഴത്ത് കളന്നാലും അടിയിന്ന് മേലത്ത് കളന്നാലും സെന്ററിലാണ് പൊക്കളുള്ളത്. ഒരു മനുഷ്യന്റെ സെന്ററിലാണ് അവന്റെ പൊക്കിൽ നിലകൊള്ളുന്നത്. ഉമ്മയിൽ നിന്ന് നമുക്ക് അല്ലാഹു തആല തന്നിരുന്ന കണക്ഷനാണത്. കുയ്യ് തൂർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കണക്ഷൻ മുറിഞ്ഞിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. കുയ്യ് തീരാത്ത അതുകൊണ്ടാണ്, കണക്ഷൻ മുറിയാത്തോണ്ടാണ്. ഇത് നമുക്ക് മനസ്സിലാവണം. ആദ്യം മനസ്സിലാവേണ്ട ഒരു കാര്യം അതാണ്. ബാക്കി എല്ലാം ശരിയായി. ഉമ്മാനേറ്റ് ഒരാൾ പ്രശ്നം തീർന്നാല് നഖം മുറിക്കാൻ സമയം കിട്ടാത്തവൻ വരെ ഉമ്മയോട് പ്രശ്നമുള്ളവനാണ്. കുളിക്കാൻ നേരം കിട്ടണില്ല, അവനവന്റെ ഉമ്മാനോട് പ്രശ്നം ഉണ്ടാവും. ഒരു മനുഷ്യന്റെ ഫിത്രത്ത് എന്ന് പറയുന്ന മാനുഷിക പ്രകൃതം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവന്റെ ഉമ്മയോട് അവന് പ്രശ്നമുണ്ട്. സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് ഒരാൾ ഉമ്മയോട് പ്രശ്നമില്ലാതെ പോകൂല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രവർത്തനമാണ് അദ്ദേഹം തന്റെ മകന് കൊടുത്ത ഉപദേശം ഖുർആനിൽ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചുരുക്കി പറയാം. വാപ്പാനി ഉമ്മാനി നോക്കണോനാണ് മക്കളെ നോക്കാൻ അവകാശമുള്ളത്. നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞാൽ കേൾക്കണില്ല. എന്തേ കാര്യം? നമ്മളമ്മാനും വാപ്പാനും നമ്മൾ നോക്കിയിട്ടില്ല. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറഞ്ഞ ഉപദേശം കേട്ടു എന്ന് മാത്രല്ല, നമ്മളോട് അല്ലാഹു തആല അത് പറയും കൂടി ചെയ്യാണ്. നീഗ്രോ വർഗക്കാരനായ, സുഡാനിയായ, കറുത്ത വർഗക്കാരനായ ഒരു മനുഷ്യൻ തന്റെ മകനെ ഉപദേശിച്ചിരുന്നു എന്ന് മാത്രല്ല, ഉപദേശം എന്തൊക്കെയെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. എന്തൊക്കെ ഉപദേശങ്ങളാണ്! വലാ തംശി ഫിൽ അർളി മറഹ. സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനെ കൊടുക്കുകയാണ്. മോനെ, നീ ഭൂമിയിൽ അതിക്രമം കാണിച്ചു നടക്കരുത് മോനെ, അക്രമം കാട്ടി നടക്കരുത്. ഉപദേശം അവിടെ നിൽക്കട്ടെ, ഉപദേശിക്കാനുള്ള യോഗ്യത വാപ്പ നേടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. തൊള്ളോണ്ട് പറയണമെന്നൊന്നുമില്ല, എന്നാലേ യോഗ്യത ഉണ്ടെങ്കിൽ
ഉസ്താദ്മാര് ശിഷ്യന്മാരോട് പലതും പറയുകയൊന്നുമല്ല, പറയേണ്ട ആവശ്യമില്ല, എല്ലാതും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ യോഗ്യത ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വാപ്പാക്ക് യോഗ്യത ഉണ്ടാകും. ഞമ്മക്കൊരു 3 സെന്റ് സ്ഥലവും അതിലൊരു ചെറിയ കൂടപ്പരി ഉണ്ടാകുമ്പോത്തിന് അവിടെ ഇരുന്നുങ്ങാണ്ട് തറവാട്ട് പാർക്കണ വാപ്പാനി ഇമ്മാനി ഇങ്ങനെ കുറ്റം പറഞ്ഞാലേ മക്കളോട് ഉപദേശിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കണം. അവനാന്റെ വാപ്പാനിമ്മാനി നോക്കിയാലാണ് മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവുക, ഇല്ലെങ്കിൽ അതുണ്ടാവില്ല. അതാണ് ലുക്മാൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം.